മാജിക് എല്ലാരും ആയില്ലല്ലോ, വിശ്വസൊക്കെ എല്ലാവരും വന്നിട്ടില്ലല്ലോ, എന്ത് പറ്റി? മാജിക് മോർണിംഗ്. ഓക്കെ അല്ലേ എല്ലാരും? Magic morning. ഓക്കെ, യെസ്. Magic morning. എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഹാപ്പി അല്ലേ? ആണോ അല്ലേ? യെസ് ഓർ നോ? അതെ. Happy. ഓക്കെ, ഗുഡ്. ഓക്കെ, ഫൈൻ. ഇതിന് നമുക്ക് ഇന്ന് എന്താ പറയാ, പുതിയൊരു സാറിന്റെ സെഷനാണ് വരുന്നത്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഈ JCയുടെ സോൺ ട്രെയിനർ ആയിട്ടുള്ള ഷെരീഫ് സാറുടെ ഒരു സെഷനാണ് ഇന്ന് വരുന്നത്. ഷെരീഫ് സാർ ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഓഫ് കോഴ്സ്, ഞാൻ 6 മണി എന്നുള്ളത് കൊണ്ടേ അതിലിങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ ഓക്കെ സാർ, ഓക്കെ ആണല്ലോ അല്ലേ? യെസ് യെസ്. ഓക്കെ. അപ്പം നമ്മുടെ ഷെരീഫ് സാറുടെ സെഷനാണ് ഇന്ന് വരുന്നത്. ടോപ്പിക് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? എനിക്ക് നല്ല ഇഷ്ടമായി കണ്ടപ്പം. യു വേഴ്സസ് യു അല്ലേ? യു പറയുമ്പോ എന്താ, ഞാനാണോ നിങ്ങളാണോ? എന്താണ് യു എന്ന് പറയുമ്പോ? ഞാൻ എന്നോട് തന്നെ പറയാം അല്ലേ, യു വേഴ്സസ് യു അല്ലേ? അപ്പം എന്താണ് ഇന്നത്തെ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ഷെരീഫ് സാറിന് പറയാനുള്ളത് നമുക്ക് നോക്കാം. സോ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഷെരീഫ് സാറിനെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. പ്ലീസ് വെൽക്കം. ഷെരീഫ് സാർ സ്റ്റാർട്ട് ചെയ്യാലോ അല്ലേ? ഞാൻ ഓഡിബിൾ ആണല്ലോ അല്ലേ? യെസ് സർ. ഓക്കെ. പ്രസന്റേഷൻ കൊടുക്കട്ടെ? കൊടുക്കാം. ഷെയർ ചെയ്യുന്നൊന്നും കാണുന്നില്ല. കാണുന്നുണ്ട് സർ. എന്നെ വിസിബിൾ ആണോ? ഫേസ് വിസിബിൾ ആണോ? യെസ്. ഓക്കെ, താങ്ക് യു. സോ നമ്മൾ ഇന്ന് പോകുന്നത് ഒരു, പക്ഷെ എനിക്കിത് സീനല്ല. ഈ സൂം വല്ലാണ്ട് ഉപയോഗിക്കല് കുറവാ, ഗൂഗിൾ മീറ്റ് തന്നെ ആയതുകൊണ്ട്. ഇതില് പിന്നെ വേറെ എന്തെങ്കിലും സെറ്റിങ്സിലുണ്ടോ? സാർ ഫോണാണോ യൂസ് ചെയ്യുന്നത്? യെസ്. ഓക്കെ, ഇതില് ഷെയറിംഗ് ഓപ്ഷൻ, ഇനി നിങ്ങൾ എന്താ പറയാ, ഇപ്പൊ ഉള്ള ഫോണിൽ ഒന്ന് മിനിമൈസ് ചെയ്തിട്ട് നിങ്ങൾ ഓൾറെഡി പ്രസന്റേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടെ ഷെയറിംഗ് ആക്കാമോ? ഷെയറിംഗ് ഓപ്ഷൻ എടുക്കാവോ? യെസ്.
sharing. Yes, screen, photos, share camera, iCloud Drive. സ്ക്രീൻ Screen അല്ലേ? ചെയ്യണ്ടേ? യെസ്. Screen. അതിനകത്ത് ബ്രോഡ്കാസ്റ്റ്, സ്റ്റാർട്ട് ബ്രോഡ്കാസ്റ്റ്. Everything on your screen, including notification, will be recorded. Enable not to disturb to prevent unexpected notification. Start broadcast. സ്ക്രീൻ ഷെയറിംഗ് എന്ന് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് മിനിമൈസ് ചെയ്തിട്ട് നമ്മളിപ്പം വാട്സപ്പ് അങ്ങനെ തുറക്കാറുണ്ടല്ലോ. അതുപോലെ നിങ്ങളുടെ പ്രസന്റേഷൻ തുറന്നാൽ തന്നെ ഇവിടെ കാണാൻ പറ്റേണ്ടതാണ്. ഇപ്പൊ കാണുന്നില്ല? ഇല്ല ഇപ്പം നിങ്ങൾ ഓൾറെഡി ഷെയറിംഗ് ഓഫ് ആക്കിയിട്ടില്ലേ? സ്റ്റോപ്പ് ചെയ്തിട്ടില്ലേ? ഇപ്പയോ? ഇപ്പൊ ഓക്കെയാണ്. ഓക്കെ. ഇനി ഒന്ന് ഈ ഒരു ടാബ് മിനിമൈസ് ചെയ്തിട്ട് നിങ്ങൾ ഒന്ന്. ഓക്കെ. യെസ്. ഓക്കെ. യെസ്, ഇപ്പൊ കാണാം. നൈസ്. റെഡി. അപ്പോൾ ഓക്കെ. ഗുഡ് മോർണിംഗ് എവ്രി വൺ. വളരെ നല്ലൊരു മെഡിറ്റേഷൻ യാദൃശ്ചികമായിട്ട് ഞാനും അതിനകത്ത് 5:30 തന്നെ എത്തി. വെരി നൈസ്. നല്ലൊരു പ്രഭാതമായിരുന്നു, നല്ലൊരു അനുഭവമായിരുന്നു. ആൻഡ് സംതിങ് ആസ്ക്ഡ് ടു യു, വാട്ട് ഈസ് യു വേഴ്സസ് യു? എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? ജസ്റ്റ് ഓപ്പൺ യുവർ മൈക്ക് ആൻഡ് സേ. And my mind. ഓക്കെ, വെരി ഗുഡ്. ദെൻ ഇനി ആരെങ്കിലും? ഞാനും എന്റെ മനസാക്ഷിയും. ഓക്കെ, ദെൻ ഇനി എന്തെങ്കിലും ആൻസർ ആർക്കെങ്കിലും ഉണ്ടോ? വെരി ഗുഡ്, നല്ല ആൻസറുകളാണ് വന്നിരിക്കുന്നത്. No one? അപ്പോൾ ഓക്കെ. ആരെങ്കിലും പറയാൻ നോക്കുന്നുണ്ടോ? ഞാനും എന്നാണോ? ഞാനും യെസ്. ഓക്കെ, ഡൺ. കറക്റ്റാണ്, എല്ലാവരും പറഞ്ഞത് നല്ല ആൻസർ തന്നെയാണ്. യു വേഴ്സസ് യു. നിന്നിൽ നീയും തന്നെ, അഥവാ ഞാനും തന്നെ. ഞാനൊരു അധ്യാപകനാണ്. BEd പഠിക്കുന്ന കാലഘട്ടത്തിലാണ് എനിക്കുള്ളിലൊരു ഗായകനുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. സത്യത്തിൽ അതിന് മുമ്പൊന്നും അവസരം കിട്ടാഞ്ഞിട്ടോ പേടിച്ചിട്ടോ പിൻവാങ്ങിയ ഒരു സിറ്റുവേഷൻസ്. ഫോർ എക്സാമ്പിൾ, ഈ രാവിലെയുടെ പ്രഭാതത്തിൽ ഒരു സുന്ദരമായൊരു ഗാനം, എനിക്ക് സുന്ദരമെന്ന് തോന്നുന്ന ഒരു ഗാനം ഞാൻ പാടുകയാണ്. जिए तो जिए कैसे हाय बिन आपके, जिए तो जिए कैसे हाय बिन आपके, लगता है दिल ही कहीं बिन आपके, जिए तो जिए कैसे हाय बिन आपके. എൻ്റെ ഇന്റേണൽ സെൽഫിനെ ഞാൻ തിരിച്ചറിയുന്നു. നിർബന്ധിതമായ ഒരു ടാലൻറ്റ് ഷോ BEdന് പഠിക്കുമ്പോൾ അവതരിപ്പിക്കേണ്ടി വരികയാണ്. അവിടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്, മിസ്റ്റർ ഷെരീഫ്, നിനക്ക് പാടാൻ പറ്റും, പാടിയേ പറ്റും. അവിടെ മറ്റൊന്നും അവതരിപ്പിക്കാൻ എനിക്ക് കഴിവില്ല എന്നുള്ള തിരിച്ചറിയലിന് ദേശം പണ്ടെങ്ങോ മദ്രസയിൽ പാടിയ പാട്ടുകളുടെ ഇരടികൾ മനസ്സിൽ തങ്ങി നിന്നപ്പോൾ എനിക്ക് തോന്നി എനിക്ക് പാടാൻ പറ്റുമെന്ന്. പിന്നീട് എപ്പോഴോ ഹൈസ്കൂളിൽ ഞാൻ പഠിക്കുമ്പോൾ ഇതേ അവസരത്തിൽ ഞാൻ പാടാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ, ആയിരക്കണക്കിന് കുട്ടികളുള്ള സ്കൂളിൽ പഠിക്കുമ്പോൾ
ഞാൻ പാടിയപ്പോൾ ആരോ കൂക്ക് വിളിച്ചു. ഒരുപക്ഷെ ഞാനെടുത്ത സെലക്ഷനിലെ പാട്ടിൻ്റെ പ്രശ്നമാവാം, ഞാനെടുത്ത തീരുമാനത്തിൽ എവിടെയോ ചില പാളിച്ചകൾ സംഭവിച്ചു എന്ന് എനിക്ക് തോന്നിയതാവാം. ഏതായാലും ആ പാട്ടോടുകൂടി ഞാൻ ഗുഡ് ബൈ പറഞ്ഞു. യെസ്, എനിക്ക് പാടാൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവ്, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലേക്ക് ഞാൻ തിരികെ കയറ്റിയ, ഇഞ്ചക്റ്റ് ചെയ്ത ഒരു സത്യം, അവിടെയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പരാജയം എന്നായിരുന്നു ഞാൻ അവിടെ തിരിച്ചറിഞ്ഞത്. ആ ഹൈസ്കൂളിനെ പിന്നീട് ഞാൻ കയറി വന്നു, ഒരുപാട് പഠിച്ചു, MSc MEd വരെ എടുത്തു ബോട്ടണിയിൽ. വീണ്ടും ഞാൻ അതേ സ്കൂളിൽ അധ്യാപകനായി തിരികെ കയറിയപ്പോൾ അതേ സ്റ്റേജിൽ കരോക്കെ വെച്ച് ഞാൻ പാട്ട് പാടി. പഴയ ഒരു പ്രതികാരം പോലെ ഞാൻ തിരിച്ചു പിടിച്ചു. പക്ഷെ കൂക്ക് വിളിക്കാൻ അന്നത്തെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നില്ല. കൂക്ക് വിളിക്കാൻ സാധിക്കാത്ത ഒരു പറ്റം സ്റ്റുഡൻസ് ഉള്ളത് കൊണ്ടാവാം ഞാൻ വീണ്ടും വീണ്ടും പാടാമെന്നുള്ള തിരിച്ചറിവിലേക്ക് എത്തുന്നു. യെസ്, ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഉള്ളിൽ ഇത്തരത്തിൽ ഒരുപാട് കഴിവുകളുണ്ട്. പക്ഷെ ഈ കഴിവുകളെ നമ്മളെ വീട്ടുകാർ, നമ്മളെ നാട്ടുകാർ, നമ്മളെ സുഹൃത്തുക്കൾ, നമ്മുടെ സഹപാഠികൾ, അവരെല്ലാവരും ചേർന്ന് ഇല്ലാതാക്കിയതാണ്. അല്ല എന്ന് പറയാൻ ഒരാൾക്കും പറ്റില്ല. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ കഴിവുകളെ അവൻ എന്ത് കരുതും, അവൾ എന്ത് കരുതും, അവർ മോശം പറയും, അവർക്ക് അത് ഒരു അലോസരമാകും എന്നൊക്കെ തോന്നിയതിൻ്റെ പേരിൽ മറ്റുള്ളവർക്ക് വേണ്ടി എൻ്റെ ഉള്ളിലെ എന്നെ ഞാൻ മാറ്റി നിർത്തുകയായിരുന്നു. സത്യത്തിൽ ഈ ഒരു കോൺഫ്ലിക്റ്റിനെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഈ ഒരു പ്രശ്നത്തിനെ നമ്മൾ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആരാണെന്നുള്ള നമ്മളെ തിരിച്ചറിവാണ് നമ്മുടെ വിജയത്തിന് ആധാരമാവുന്നത്. സോ യുവർ വിക്ടറി ജസ്റ്റ് ബിഹൈൻഡ് യു എന്ന് പറഞ്ഞാൽ യു ആർ ദ കസ്റ്റോഡിയൻ ഓഫ് യുവർ ലൈഫ്. നമ്മുടെ ലൈഫിൻ്റെ കസ്റ്റോഡിയൻ അത് മറ്റാരുമല്ല, അത് നമ്മൾ തന്നെയാണെന്നുള്ള തിരിച്ചറിവാണ്. ഒരാൾ പോലും വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളെ പരാജയപ്പെടുത്താൻ കഴിയില്ല. ദാറ്റ് ഈസ് യു വേഴ്സസ് യു എന്ന് പറയാനുള്ള കാരണം. ഒരാൾ നാളെ നീ തോൽക്കുമെന്ന് ഒരാൾ പറഞ്ഞാലും നമ്മൾ തോൽക്കില്ല. നമ്മൾ തോൽക്കുമെന്ന് നമ്മളോട് പറയുന്ന നിമിഷം നമ്മൾ തോറ്റിരിക്കും, ഉറപ്പാണ്. എനിക്ക് കഴിയില്ല എന്ന് ഞാൻ എൻ്റെ മനസ്സിലേക്ക് ഒരു നിർബാധം അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഉറപ്പാണ് ഞാൻ തോൽക്കും. അതേസമയം എൻ്റെ മനസ്സിൻ്റെ ശക്തി എന്ന് പറയുന്നത്, നേരത്തെ മെഡിറ്റേഷനിൽ നമ്മൾ പറഞ്ഞ പോലെ, കണ്ണടച്ചു വെച്ച് നമ്മുടെ ഉള്ളിലുള്ള ശക്തിയാണ് അത് പുറത്തെടുക്കുന്നത്. സോ നമ്മുടെ ഉള്ളിൽ നമ്മൾ ഏറ്റവും പവർഫുൾ ആയിട്ട് നിൽക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നിടത്തോളം കാലം ഒരാൾക്കും നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഇത്. അവിടെ ഇതിലേക്ക് നമ്മൾ പോകുമ്പോൾ എന്താണ് ശരിക്കും യു വേഴ്സസ് യു എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ റിയൽ ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഒരുപാട് യുദ്ധങ്ങളെ തന്നെ നമ്മൾ നേരിടുന്നുണ്ട്. നമ്മളെ പാസ്റ്റ് ലൈഫും നമ്മുടെ പ്രസന്റ് ലൈഫും തമ്മിലുള്ള ഒരു യുദ്ധമാണ് മെയിനായിട്ട് നടക്കുന്നത്. നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കാനുള്ള കാരണം, നമ്മൾ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തപ്പോൾ അന്നൊക്കെ നമുക്ക് കിട്ടിയ ഫീഡ്ബാക്കാണ് നമ്മുടെ നെഗറ്റീവിലേക്ക് എത്തിച്ചത്. അതേസമയം പോസിറ്റീവ്, the you who has overcome an addiction or a fear is a better, stronger version of your past self. In this case, you lost and you won. Present, past is lost and present is won. എന്ന് പറഞ്ഞാൽ നമ്മളെ പോസിറ്റീവായിട്ട് നമ്മളൊന്ന് ചിന്തിച്ച് നോക്ക്. ഏതൊരു കാര്യത്തിനെയും പോസിറ്റീവായിട്ട് നമ്മളൊന്ന് അപ്രോച്ച് ചെയ്ത് നോക്ക്. നമ്മളെ പോസിറ്റിവിറ്റി എവിടെയാണോ നിൽക്കുന്നത്, ആ പോസിറ്റിവിറ്റി എവിടെയാണോ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്, ആ പോസിറ്റിവിറ്റിയെ ഏത് രീതിയിലാണോ നമുക്ക് നയിക്കാൻ പറ്റുന്നത്, അവിടെ നമ്മൾ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ നോ ഡൗട്ട്. നമ്മളെ നെഗറ്റിവിറ്റി, ഫോർ എക്സാമ്പിൾ, ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമായിരുന്നു, ഒരു ട്രെയിനിങ് എനിക്ക് പറ്റില്ല, ഒരു ടീച്ചിങ് അതെനിക്ക് പറ്റില്ല, എനിക്കറിയില്ല ഇതെനിക്ക് ആരാണ് ഇതിട്ട് തന്നത്. ഒരു വേള എൻ്റെ പാസ്റ്റ് ആയിരിക്കും. പാസ്റ്റ് സെൽഫ് വേഴ്സസ് പ്രസന്റ് സെൽഫ്, അങ്ങനെ ഒരു അർത്ഥം കൂടി ഇതിനുണ്ട്. യു വേഴ്സസ് യു എന്ന് പറയുമ്പോൾ നമ്മുടെ പാസ്റ്റ് സെൽഫിൽ നമ്മൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ, ഞാൻ പാട്ട് പാടുമെന്ന് ഞാൻ അറിഞ്ഞിരുന്ന എൻ്റെ ചെറുപ്പകാലം, വളരെ ചെറുപ്പം, അന്ന് ഞാൻ മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് പല പരിപാടിക്കും കൂടി ഫസ്റ്റോ സെക്കൻഡോ ഒക്കെ നേടി. പക്ഷേ പിന്നീട് ഞാൻ വലിയ സ്കൂളുകളിലേക്ക് എത്തിയപ്പോൾ അത് മദ്രസ ചെറിയ കുട്ടികളെ 100 കുട്ടികൾക്കിടയിൽ മാത്രം.
ഈ 1000 കുട്ടികൾക്കിടയിൽ ഇറങ്ങാൻ നീ ആര് എന്നുള്ള ചോദ്യം എന്നോട് ചോദിച്ചത് മറ്റൊരാളും ആയിരുന്നില്ല, എൻ്റെ സെൽഫാണ്. അതിനെന്നെ ആ ചിന്തയിലേക്ക് എത്തിച്ചത് എൻ്റെ അനുഭവങ്ങളായിരുന്നു, അല്ലെ എൻ്റെ ഫ്രണ്ട്സ് ആയിരുന്നു, എൻ്റെ കൂടെ പഠിക്കുന്നവരായിരുന്നു. അവരെന്നോട് പറഞ്ഞു തന്ന, എടാ നിനക്കൊന്നും പറ്റില്ല, നിനക്കൊന്നും പറ്റില്ല, നിനക്കൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു തന്ന ആരൊക്കെയോ. നീ മരത്തിന് മുകളിലേക്ക് കയറുമ്പോൾ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ച മാതാവ് എന്നോട് പറഞ്ഞു, വീഴും, ഇറങ്ങാങ്ങട്ട്, യെസ് നീ കയറണ്ട. അവിടെ എനിക്ക് കിട്ടാനുണ്ടായിരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, അതവിടെ നഷ്ടപ്പെട്ടു. ലൈക്ക് ദാറ്റ് ഞാനൊരു നീന്തൽ പഠിക്കാൻ പോകുന്നു. എൻ്റെ അടുത്തൊരു പുഴയുണ്ട്. ആ പുഴയുടെ തീരത്ത് ഇറങ്ങി ഫ്രണ്ട്സിനൊപ്പം നീന്താൻ ഒരുങ്ങിയപ്പോൾ എപ്പോഴോ ഉമ്മ കണ്ടു, ചീത്ത പറഞ്ഞു, തച്ചു, മേലാൽ പോയിരുന്നു. ബിക്കോസ് അവർക്ക് സ്നേഹമായിരുന്നു. ആ സ്നേഹമായിരുന്നു എന്നെ പിന്നോട്ട് വലിച്ചത്. ആ സ്നേഹത്തോടെ അവർ പറഞ്ഞു, മോനെ പാടില്ല. ബിക്കോസ് ഈ മകൻ എന്ന് പറയുന്ന വ്യക്തിയെ നഷ്ടപ്പെടുമെന്നുള്ള പേടിയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു ചിന്തയിലേക്ക് അവർ പോയത്. സോ അങ്ങനെ ഒരു നെഗറ്റിവിറ്റി എൻ്റെ മൈൻഡിലേക്ക്, നിനക്ക് പറ്റില്ല എന്ന് ഇന്റേണലി എൻ്റെ മൈൻഡിനെ, നമ്മളെ മൈൻഡിനെ എപ്പോഴും 3ആയിട്ട് ഭാഗിക്കാറുണ്ട്. അത് കോൺഷ്യസ്, സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ് എന്ന് പറയും. നമ്മളെ കോൺഷ്യസ് മൈൻഡിലേക്ക് നമുക്ക് തന്ന സാധനങ്ങൾ, ഇതെനിക്ക് മറ്റൊരാളോട് ഷെയർ ചെയ്യാൻ പറ്റില്ല, എൻ്റെ ഉമ്മ ഇങ്ങനെ പറഞ്ഞു, അത് എൻ്റെ ഒരു നെഗറ്റീവായി മാറും എന്നുള്ളത് കൊണ്ട് ഞാൻ ആരോടും ഷെയർ ചെയ്യില്ല. അതെൻ്റെ ഉള്ളിൽ, എൻ്റെ മൈൻഡിലേക്ക് ഞാൻ അത് ഇട്ട് കൊടുക്കും. എൻ്റെ മൈൻഡ്, എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് തീരുമാനിക്കും, യെസ് അതാണ് ശരി, നീ പോകരുത്, നിനക്ക് പറ്റില്ല. ഈ പറ്റില്ല എന്ന് അന്ന് എന്നോട് പറഞ്ഞത്, നിനക്ക് പാടാൻ പറ്റില്ല എന്ന് അന്ന് എന്നോട് പറഞ്ഞത് ഞാൻ എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് സെറ്റാക്കി വെക്കുന്നു. പിന്നീട് എപ്പോഴോ അവസരം കിട്ടിയപ്പോൾ, പോലെ പോയാൽ നാണം കിടും, യെസ്, പിന്നീട് ഇറങ്ങിയില്ല, ഡിഗ്രിയിൽ ഇറങ്ങിയില്ല, +2 ഇറങ്ങിയില്ല. ദെൻ നിർബന്ധിത അവസ്ഥയിൽ B.Ed അധികം ആളില്ലാത്ത ക്ലാസ്സിൽ ഏറി വന്ന ഒരു 40, 50, 60 ആളുള്ള ഒരു ടീമിൻ്റെ മുമ്പിൽ, യെസ് നീ അവതരിപ്പിച്ചേ പറ്റൂ എന്ന് പറയുമ്പോൾ, മിമിക്രി എനിക്കറിയില്ല, മോണാക്ട് അറിയില്ല, നാടകം അറിയില്ല. അവിടെ എനിക്ക് അറിയാവുന്നത് 4 വരി പാടാൻ. ആ പാടി കഴിഞ്ഞപ്പോൾ കിട്ടിയ കയ്യടികളായിരുന്നു എൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൻ്റെ നിദാനം എന്നാണ് ഞാൻ പറയുന്നത്. സോ റിയൽ ലൈഫിലെ നമ്മളെ ബാറ്റിൽ എന്ന് പറയുന്നത് നമ്മളോട് നമ്മൾ തന്നെ യുദ്ധം ചെയ്യുക. നമ്മളോട് പലരും പറയും, എടാ വേണ്ടടാ, പോണ്ടടാ, നിനക്ക് നടക്കില്ലടാ, നിന്റെ പൊട്ടൻഷ്യൽ അത്ര ഒന്നുമില്ല, നീ ആരാണെന്ന് നിനക്കറിയില്ലേ, നീ അവിടെ പോയപ്പോൾ അതല്ലായിരുന്നു, നീ ഇവിടെ പോയപ്പോൾ ഇങ്ങനെയല്ലായിരുന്നു. യെസ്, സോ നമ്മളെ പൊട്ടൻഷ്യലെ നമ്മളെ തിരിച്ചറിയാത്തിടത്തോളം കാലം നമുക്ക് നമ്മളോട് യുദ്ധം ചെയ്യാൻ കഴിയില്ല. അതേസമയം നമ്മളെ മനസ്സിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ എത്ര മാത്രം ഉണ്ടെന്നറിയാം. നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോൾ മെഡിറ്റേഷൻ ചെയ്ത പോലെ കണ്ണു പൂട്ടി വെച്ച് പറഞ്ഞു നോക്ക്, എടാ നിനക്ക് പറ്റും, നിനക്ക് പറ്റും, നിനക്ക് പറ്റും, പറ്റും നമുക്ക്. അങ്ങനെയായിരുന്നു എഡിസൺ ഉണ്ടായിരുന്നത്, അങ്ങനെയായിരുന്നു ഈ നമ്മൾ ഇന്ന് കാണുന്ന ഈ വേൾഡിലെ ഏതൊരാൾ ഫേമസ് ആയിട്ടുണ്ടോ അവരൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷെ അവിടെ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യം, ലേസിനെസ് വേഴ്സസ് ഡിസിപ്ലിൻ. ലേസിനെസ്സിനെ നേരെ ഉൾട്ടയടിച്ച് മാറ്റിയിട്ടിട്ട് ഡിസിപ്ലിനെ നമുക്ക് കൊടുക്കാൻ പറ്റണം ലൈഫിലേക്ക്. നമ്മുടെ മടി നമ്മളെ പലതിൽ നിന്നും വേർതിരിക്കും, മാറ്റി നിർത്തും. പക്ഷെ അവിടെയാണ് നമുക്ക് ചെയ്യാനുള്ളത്, നമ്മുടെ മടിയെ നമ്മൾ മാറ്റി വെക്കണം. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ എന്താണോ ചെയ്യാൻ, കലാം പറഞ്ഞ പോലെ, നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ന് ചെയ്യാൻ വിചാരിച്ചതാണെങ്കിൽ ഇപ്പം ചെയ്യുക, നാളെ ചെയ്യാൻ വിചാരിച്ചതാണെങ്കിൽ ഇന്ന് ചെയ്യുക. അപ്പൊ നമ്മളെ പക്ഷെ എങ്ങനെയാ കരുതുക, ലാസ്റ്റ് ഡേറ്റ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം, ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ. ഓക്കെ, ഞങ്ങളിപ്പോൾ JCAയുടെ സോൺ ട്രെയിനർ കഴിഞ്ഞ അതിൻ്റെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുണ്ട്. ആ സോൺ ട്രെയിനർ വർക്ക്ഷോപ്പ് കഴിഞ്ഞ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ ഒക്ടോബർ 23 വരെ സമയമുണ്ട്. യെസ്, ഒക്ടോബറിൽ 23 ദിവസമുണ്ട്. എന്തിന് സെപ്റ്റംബർ, എന്തിന് ഓഗസ്റ്റ് എന്ന് കരുതിയാൽ ആ സമയമാകുമ്പോൾ നമുക്ക് അതിനേക്കാൾ വലിയ ബേർഡൻസ് നമ്മളെ തലയിലേക്ക് വന്നിരിക്കും. അതുകൊണ്ടാണ് പണ്ടാരോ ഒരാൾ എഴുതി വെച്ചു, പഴഞ്ചൊല്ലായിട്ട് എഴുതി വെച്ചു, മടിയൻ മല ചുമക്കും.
അവിടെയാണ് നമ്മളെ തിരിച്ചറിയേണ്ടത്. യെസ്, നമ്മുടെ ലേസിനെസ് ആണ് നമ്മളെ ഏറ്റവും വലിയ ശത്രു. നമ്മളെ ലേസിനെസ് എന്ന് നമ്മൾ ഒഴിവാക്കുന്നു അന്ന് നമ്മൾ വലിയൊരു ഉന്നമനത്തിലേക്ക് എത്തും. നമ്മളെപ്പോൾ നമ്മുടെ ഉള്ളിൽ പോസിറ്റിവിറ്റി നിറയ്ക്കുന്നു അവിടെ നമ്മൾ വളർന്ന് പന്തലിക്കും. നമ്മളെ ലൈഫിൽ എപ്പോൾ നമ്മൾ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുന്നു അവിടെ നമ്മൾ സക്സസ് ആവും, ഉറപ്പാണ്. നമ്മുടെ ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ ഈവൻ നിങ്ങളെടുത്ത് ഞാനത് പറയേണ്ടതില്ല, കാരണം 5:30 മെഡിറ്റേഷന് കറക്റ്റായിട്ട് വരുന്ന ആളുകളാണ്. 5:30 നിങ്ങൾ മെഡിറ്റേഷന് വരണമെങ്കിൽ അതിൻ്റെ മുമ്പ് എത്ര സമയം മുമ്പ് നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കണം, എഴുന്നേറ്റിരിക്കണം. ആൻഡ് യുവർ വേക്കപ്പ് ഐ ക്യാൻ ഇമാജിൻ. സോ ഞാൻ ഇന്ന് എഴുന്നേറ്റത് 4:30 നിങ്ങൾ ഏകദേശം ആ ഒരു സമയത്ത് തന്നെ ആയിരിക്കും. കാരണം പ്രാർത്ഥനയുള്ളവർക്ക് പ്രാർത്ഥന കഴിഞ്ഞു ഒന്ന് ഫ്രഷായി ദെൻ നമുക്ക് നമ്മുടെ ഈ ഒരു ചടങ്ങിലേക്ക് ഇരിക്കണമെങ്കിൽ ഉറപ്പായിട്ടും അവിടെ നിങ്ങളെ ലേസിനെസ് മാറ്റി വെക്കുക. നല്ല മഴ പെയ്യുന്ന സുപ്രഭാതത്തില് മൂടിപ്പുതച്ച് കിടന്നുറങ്ങാൻ എന്താ സുഖം. ആ സുഖത്തിനെ മാറ്റി വെച്ചിട്ടാണ് ഇവിടെയുള്ള 30ഓളം ആളുകളും ഇതിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. സോ നിങ്ങളുടെ ആ ഒരു ലേസിനെസ് ഉണ്ടെങ്കിൽ ഈ ഒരു സംഭവത്തിൽ ഇത്രയും ആളുകൾക്ക് ഇവിടെ ജോയിൻ ചെയ്യാൻ കഴിയില്ല. യു ആർ വെൽ ഡൺ യുവർ ജോബ്. നിങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു 30% നിങ്ങൾക്ക് ഇപ്പം തെളിയിക്കാൻ കഴിഞ്ഞു. ആൻഡ് ദിസ് ഡിസിപ്ലിൻ യു ഓൾവേസ് കീപ്പ് ഇൻ യുവർ ഓൺ പാത്വേ ഓഫ് ലൈഫ്. ഈ ഡിസിപ്ലിൻ എന്നും കീപ്പ് ചെയ്യുക. രാവിലെ എഴുന്നേൽക്കുക. പക്ഷെ രാവിലെ എഴുന്നേൽക്കണമെങ്കിൽ, നേരത്തെ എഴുന്നേൽക്കണമെങ്കിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഏർലി ടു ബെഡ് ആൻഡ് ഏർലി റൈസ്. നേരത്തെ കിടക്കുക, നേരത്തെ എഴുന്നേൽക്കുക. നേരത്തെ കിടക്കുക എന്നുള്ളത് നമ്മുടെ കേരളീയ സമൂഹത്തിൽ വളരെ അപൂർവമായി കൊണ്ടിരിക്കുന്ന ഒരു കാര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി വളരെ നേരത്തെ കിടക്കുക എന്ന് പറഞ്ഞാൽ രാത്രി 10 മണിയാവരുത്. കുട്ടികളാണ് മിനിമം 7-8 മണിക്കൂർ ഉറക്കം കിട്ടണം. സോ 9 മണിക്ക് നിർബന്ധമായിട്ടും കിടക്കുക. ആ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക. 9 മണിക്ക് കിടക്കണമെങ്കിൽ 6 മണിക്ക് ചോറ് തിന്നണം. 3-2-1 എന്ന് പറയുന്ന ഒരു റൂളുണ്ട്. 3 hours മുമ്പേ ഫുഡ് കഴിക്കണം, 2 hours മുമ്പേ വെള്ളം കുടിക്കണം, 1 hour മുമ്പേ ഫോൺ യൂസ് നിർത്തണം. സോ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, ഇതെന്തിനായിരിക്കും ഇങ്ങനെയൊക്കെ പറയുന്നത്? ഫുഡ് കഴിച്ച് ദഹനം കറക്റ്റായി കഴിഞ്ഞാൽ മാത്രമേ നല്ല ഉറക്കം കിട്ടൂ. കൃത്യമായിട്ട് 9 മണിക്ക് ഉറങ്ങണമെങ്കിൽ അതിനിടയിൽ നമ്മളെ ഡിസ്ട്രപ്റ്റ് ചെയ്യാൻ, ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം മൂത്രമൊഴിക്കാൻ മുട്ടുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ 2 മണിക്ക് 1 മണിക്കൊക്കെ എഴുന്നേൽക്കേണ്ടി വരും. അത് നമ്മളെ സ്ലീപ്പിനെ ബാധിക്കുന്നുണ്ട്. സോ 2 മണിക്കൂർ മുമ്പേ നമ്മൾ വെള്ളം കുടിച്ചിട്ട് സെറ്റായിരിക്കണം. കിടക്കുന്നതിന് മുമ്പ് മൂത്രമൊക്കെ ഒഴിച്ചിട്ട് കിടക്കുന്ന രീതിയിലേക്ക് എത്തണം. ആൻഡ് ആഫ്റ്റർ ഓൾ 1 മണിക്കൂർ മുമ്പ് ഷുഡ് ബി കീപ് ഫോണിൻ്റെ ഉപയോഗം മാറ്റി വെക്കുക. ഫോണിൻ്റെ സ്ക്രീനുകൾ നമ്മളെ കണ്ണുകളെ വല്ലാതെ സ്ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട്. ഷുവർ നമ്മളെ ഇപ്പം തന്നെ നമ്മൾ ഈ ഒരു സ്ക്രീനിലേക്ക് നോക്കി നിൽക്കുന്ന ആളുകൾ, ആക്ച്വലി ഞാൻ പറയട്ടെ, ഞാൻ ഓൺലൈൻ ക്ലാസ് എടുക്കുകയാണെങ്കിൽ എപ്പോൾ ഞാൻ എടുത്തു കഴിഞ്ഞാലും എൻ്റെ കണ്ണിന് അതെടുത്തു കഴിഞ്ഞ് ഒരു 1/2 മണിക്കൂർ നേരത്തേക്ക് ഒരു വല്ലാതെ സ്ട്രെയിൻ ഉണ്ടാവാറുണ്ട്. സോ നമ്മൾ ആ സ്ക്രീനിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. കേൾക്കുന്ന ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കാം, പക്ഷെ പറയുന്ന ആളുകൾക്ക് അതിലേക്ക് നോക്കുമ്പോൾ മാത്രമേ അതിനൊരു എഫക്റ്റീവ്നെസ് ഉണ്ടാവുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. സോ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെ സ്ട്രെയിൻ ചെയ്യുന്ന, കണ്ണിനെ സ്ട്രെയിൻ ചെയ്യുന്ന, ബോഡിയെ സ്ട്രെയിൻ ചെയ്യുന്ന ആ ഒരു ഫോണിൻ്റെ യൂസേജ് തൽക്കാലം ആ 1 മണിക്കൂർ മുമ്പ് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മളെ കിടക്കുന്നതിൻ്റെ ഒരു 4 മീറ്റർ 5 മീറ്റർ ഡിഫറൻസിൽ ഫോൺ കീപ്പ് ചെയ്യാം. ദെൻ കുട്ടികളെയൊക്കെ ഉറക്കിയതിന് ശേഷം നമ്മൾ ഉറങ്ങും. അപ്പോൾ നമ്മൾ ഉറങ്ങിയാലേ ഇപ്പോൾ മക്കൾ ഉറങ്ങത്തുള്ളൂ. അത് റിയൽ റീസണാണ്. നമ്മളെ മക്കൾ പലപ്പോഴും ഉറങ്ങുന്നില്ല. നമ്മൾ എത്ര മണിക്ക് നിൽക്കുന്നു അവർ 1 മണി വരെ നിൽക്കാൻ തയ്യാറ്. നമ്മളെ ചുറ്റുപാടുള്ള ആളുകൾ, ടീനേജിലുള്ള മക്കളാണെങ്കിൽ പറയുകയും വേണ്ട, അവർ പുറത്ത് പോയി കറങ്ങി റെസ്റ്റോറൻറ്റ് പോയി ഫുഡ് കഴിച്ച് രാത്രി ചിക്കനും മട്ടനും ഒന്നും കഴിക്കുന്ന ബോഡിക്ക് വളരെ കേടാണ്. ആയുർവേദം പറയുന്നുണ്ട്, നമ്മളെ ജട്ടർ എന്നാ പറയുക ആമാശയത്തെ, ആ ജട്ടറിന് എത്രയും വലിയ ദോഷം ഉണ്ടാക്കുന്ന കാര്യം രാത്രിയിലെ ആ മീൽസ് അല്ല, അത് വേറൊന്നുമല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും
പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് രാത്രിയിലെ ഈ ഒരു ചിക്കനും മട്ടനും ഒക്കെ അടിക്കുക എന്ന് പറയുന്നത്. സോ കീപ് ഇൻ മൈൻഡ്, നമ്മൾ ഓർമ്മിക്കുക, രാത്രി ലഘു ഭക്ഷണം അത് 6 മണിക്ക് കഴിക്കാം. പിന്നെ കഴിക്കരുത്. പിന്നെ ഒരു 7 മണിയാകുമ്പോഴേക്ക് വെള്ളം കുടിക്കുക, 8 മണിയാകുമ്പോഴേക്ക് ഫോൺ നിർത്താം, 9 മണിക്ക് ഉറങ്ങുക ശീലമാക്കുക, രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കുക. ഒരു വലിയ മുതിർന്ന ഒരാൾക്ക് 7 മണിക്കൂർ സുന്ദരമായ നല്ലൊരു സ്ലീപ്പിംഗ്. 4 മണിക്ക് എന്ന് പറഞ്ഞാൽ ബ്രഹ്മ മുഹൂർത്തം എന്നാണ് അത് ഹിന്ദുസിന്റെ കൺസെപ്റ്റിൽ പറയാം. മുസ്ലിംസിന്റെ കൺസെപ്റ്റ് ആയാലും ഫജിറിന്റെ നേരം എന്ന് പറയുന്നത്. അതിന് ക്രിസ്ത്യൻസിന്റെ കൺസെപ്റ്റിലാണെങ്കിലും അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മളെ മതങ്ങളൊക്കെ നമ്മളോട് പറയുന്നത് നന്നാവാനാണ്. മതങ്ങൾ പലപ്പോഴും നമ്മളെ നന്നാക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ ആ മതത്തിന്റെ വല്ലാത്തൊരു സ്പിരിറ്റ് കയറിയിട്ട് മതം ഇല്ലാതെ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് പരസ്പരം പോരടിക്കുന്ന കാഴ്ചകൾ നമ്മൾ നാട്ടിൽ കാണുന്നുണ്ട്. അത് പോട്ടെ, അതിനെക്കുറിച്ചല്ല ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. മതങ്ങൾ എപ്പോഴും പറയുന്നത് മനുഷ്യ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. കള്ള് കുടിക്കരുത് എന്ന് പറയുമ്പോൾ അത് നമ്മൾ കള്ളിന് നമ്മുടെ ശരീരത്തിനെ നശിപ്പിക്കാനുണ്ട്, ബുദ്ധിയെ നശിപ്പിക്കാനുണ്ട്, ശരീരത്തിന് നശിപ്പിക്കാനുണ്ട്. സോ ഡിസിപ്ലിൻ ആയിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ ബോഡി നമ്മളെ കയ്യിലായിരിക്കണം. രാവിലെ എഴുന്നേൽക്കുക, നേരത്തെ എഴുന്നേറ്റ് രാവിലെ രാജാവിനെ പോലെ കഴിക്കണം. നല്ല ഉഷാറായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഫുഡ് കഴിക്കണം. കറക്റ്റ് ഓൺ ടൈമിന് ജോലിക്ക് പോയി തിരികെ വരുന്നു. നമ്മൾ വീട്ടിലെത്തിയിട്ട് ഉച്ചയ്ക്ക് രാവിലത്തെ നന്നായിട്ട് ഫുഡ് കഴിക്കുകയാണ്. ഞാനൊരു 10-10 ഒക്കെ തിന്നു എന്നാണ് പറയാറുള്ളത് രാവിലെ തന്നെ. അപ്പോൾ പലരും ചോദിക്കാറുണ്ട് എന്നോട്, എൻ്റെ വൈഫ് എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യും? അപ്പം നമ്മളും കൂടെ സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. സോ രാവിലെ നന്നായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉച്ചയാകുന്ന വരെ ഒരു പ്രശ്നവുമില്ല. ക്ലാസ് എടുത്ത് ക്ഷീണിക്കുന്ന പരിപാടിയില്ല. ഈ ഉച്ചയ്ക്ക് നല്ല അത്യാവശ്യം തിരക്കേടില്ലാത്ത രീതിയിൽ നല്ലൊരു ഫുഡ് സ്കൂളിൽ നിന്ന് കഴിക്കുന്നു. ആൻഡ് ആഫ്റ്റർ ഓൾ എന്നും ഒരേ സമയത്ത് കഴിക്കുന്നു. ഈവനിങ്ങിൽ നമ്മളൊരു ചെറിയൊരു കട്ടൻ, നിർബന്ധമൊന്നുമില്ലേ, പറ്റുന്ന ആളുകൾക്ക് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ബെസ്റ്റാണ്. പക്ഷേ ഞാൻ ശീലമാക്കിയത് കൊണ്ട് ആ കട്ടൻ ഇല്ലാതിരുന്ന തലവേദന എടുക്കുന്നുണ്ട്. അതിനകത്തൊരു അഡിക്ഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ ഇത്തരത്തിലൊരു ഡിസിപ്ലിൻ നമ്മൾ കീപ്പ് ചെയ്യുക. ദെൻ വീണ്ടും നമ്മൾ പറഞ്ഞ പോലെ ആകുന്ന സമയത്ത് നമ്മളെ മൈൻഡ് സെറ്റിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഡിസിപ്ലിൻഡ് ആണോ നമ്മളെ മൈൻഡ് സെറ്റിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ആ മൈൻഡ് സെറ്റിൽ നമ്മൾ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ നീ തിരക്കേടില്ല, നീ സെറ്റപ്പാണ്, നീ ഓക്കെ ആണ്, നീ ഓൾ ഫുൾ എന്താ പറയാ, പിന്നെ വളരെയധികം പെർഫെക്റ്റ് ആയ ഒരു പെർഫെക്റ്റ് ഓക്കെയാണ് എന്ന് പറയും. മറ്റേ അയാൾ പറഞ്ഞ പോലെ നമ്മൾ പെർഫെക്റ്റ് ഓക്കെയാണ്. നമ്മൾ കണ്ണാടിയിൽ നോക്കിയിട്ട് നമ്മൾ പറയും യു ആർ വെൽ ഡൺ. ഇന്ന് നിനക്ക് പറ്റുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെ ലിസ്റ്റ് എഴുതി വെച്ചിട്ട്, ഞാൻ ഒരാളെ കോള് ചെയ്യാനുണ്ടെങ്കിൽ പോലും ഞാൻ അത് ലിസ്റ്റ് എഴുതി വെച്ചിട്ട് മാത്രമേ ഫോണ് പോലും തുറക്കാൻ പാടുള്ളൂ എന്നാണ് ഞാൻ എന്നെ ശീലിപ്പിക്കുന്നത്. ഞാൻ എന്നോട് പറയുന്ന കാര്യങ്ങളാണ്. ആ മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ കൊടുക്കുക. നിനക്ക് പറ്റും, നിനക്ക് പറ്റും, നിനക്ക് പറ്റും. സ്കൂളിലെ 2 വ്യത്യസ്തമായിട്ടുള്ള നല്ല അടിപൊളി ഡ്യൂട്ടി എനിക്ക് കിട്ടി. ഒന്ന്, എഡ്യൂക്കെയർ എന്ന് പറയുന്ന വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട SSLC മക്കളെ വിജയിപ്പിക്കുക എന്നുള്ളതായിരുന്നു. ഞാൻ എൻ്റെ തലയിലേക്ക് HM കെട്ടിവെച്ചപ്പോൾ സാർ എനിക്കത് പറ്റില്ല എന്ന് പലതവണ പറഞ്ഞപ്പോൾ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു നിനക്ക് പറ്റും. പിന്നീട് ഞാൻ പ്രാക്ടീസ് ചെയ്തു. ഒരു കാരണവശാലും എന്നെ ഒഴിവാക്കൂലെന്ന് തോന്നിയപ്പോൾ ഞാൻ പ്രാക്ടീസ് ചെയ്തു. യെസ്, എനിക്ക് പറ്റുമെന്നാക്കി. ഞാൻ പല രീതിയിൽ കിണഞ്ഞ് പരിശ്രമിച്ചു. ചരിത്രത്തിലില്ലാത്ത വിജയത്തിൽ ആ വർഷത്തിൽ ഫുൾ A+ വാങ്ങാൻ എൻ്റെ MGHSS എലൈറ്റിൽ എന്ന് പറയുന്ന സ്കൂളാണ്, ഷഹബാസിന്റെ സ്കൂൾ എന്ന് പറയും. അപ്പോൾ 2018 ഈ കഴിഞ്ഞ വർഷം മരിച്ച ആ കുട്ടിയെ ഞാൻ പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി പറഞ്ഞാണ്. 2018 ഞാൻ അവിടുത്തെ എഡ്യൂക്കെയറിന്റെ കൺവീനർ ആയ സമയത്ത് അതുവരെ 100 കടന്നിരുന്നില്ല ഫുൾ A+. 125 എത്തിക്കാൻ പറ്റിയത് എൻ്റെ ഉള്ളിലുള്ള പ്രാർത്ഥനയും എൻ്റെ മൈൻഡ് സെറ്റിന്റെ മാറ്റവുമായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അന്ന് എൻ്റെ പൊട്ടൻഷ്യലിനെ ഞാൻ തിരിച്ചറിഞ്ഞു. ഇങ്ങനെ ഒരു സക്സസ് ഉണ്ടാകുന്ന സമയത്താണ് നമ്മളെ ഉള്ളിലെ നമ്മുടെ പൊട്ടൻഷ്യലിനെ നമ്മൾ റിയലൈസ് ചെയ്യുന്നത്. ആ പൊട്ടൻഷ്യൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് അനുമതി തന്നവരെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട്, നന്ദി കൊണ്ടാണ് പിന്നീട് അഭിസംബോധന ചെയ്യുന്നത്. അവരാണ് നമ്മളെ ഉള്ളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ച് നമ്മളെ ഉയർത്തി വന്നത്. തൊട്ട് പിറ്റേത്തെ വർഷം തന്നെ കലോത്സവത്തിൽ സ്റ്റേറ്റിൽ ഏകദേശം 8ഓളം തൃശ്ശൂർ നടന്ന പ്രോഗ്രാമിൽ 8-9 ഐറ്റത്തിന് MJ സ്കൂളിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റിയത് സ്റ്റേറ്റിലേക്ക്. ആ വർഷം 4 വർഷത്തോളം ഞങ്ങൾക്ക് സബ് ജില്ലയിൽ കലാകിരീടം ഉണ്ടായിരുന്നില്ല. ആ എന്നെ ഏൽപ്പിച്ചതിൻ്റെ പേരിൽ ഞാൻ അതിന് ആത്മാർത്ഥമായിട്ട് ഇറങ്ങും എന്നുള്ളതാണ് എൻ്റെ ഒരു പോസിറ്റീവായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ എന്നെ അനലൈസ് ചെയ്തപ്പോൾ ഞാൻ ഇറങ്ങിയാൽ, എന്നെ ഏൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിത്വത്തോടു കൂടി അത് ചെയ്യും.
സിൻസിയറായിട്ട്. അത് കുഴപ്പമില്ല, അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നില്ല. അവിടെയാണ് നമ്മൾ ബാറ്റിൽ വിൻ ചെയ്യുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. സോ നമ്മളെ ബാറ്റിൽ ജയിക്കണമെങ്കിൽ സോ നമുക്ക് ചെയ്യാനുള്ളത് ഷുഡ് ബി നമ്മളെ മൈൻഡ് സെറ്റിനെ പോസിറ്റീവ് ആക്കുക. അതിന് നമുക്ക് കിട്ടുന്ന പോസിറ്റിവിറ്റി, അതിന് നമുക്ക് കിട്ടുന്ന സറൗണ്ടിങ്സ് നമ്മളായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യണം. അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഒരാളും ഇല്ലെങ്കിൽ, നമുക്ക് ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ, അത്തരത്തിലുള്ള ഫ്രണ്ട്സ് നമുക്ക് വേണ്ടാന്ന് വെക്കണം. പല ആളുകളും PSC പഠിക്കാൻ പോകുന്ന സമയത്ത് ചില ഫ്രണ്ട്സൊക്കെ ഉണ്ട്, എന്താണ് അതൊന്നും കിട്ടാൻ പോകുന്നില്ല, തീർന്നു, അതോടെ തീർന്നു, നമ്മളെ കപ്പാസിറ്റി തീർന്നു, നമ്മൾ പഠിക്കാനുള്ള മൈൻഡ് സെറ്റ് തീർന്നു, എവറിത്തിങ് ലോസ്റ്റ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ PSC ഒക്കെ പഠിക്കാൻ പോകുന്ന സമയത്ത് എൻ്റെ നാട്ടിലൊന്നും ഒരാൾ പോലും പോകുന്നില്ല. ഞാൻ MSc ചെയ്യുന്ന സമയത്ത് പോലും എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ പെണ്ണ് കെട്ടി വീട് വെച്ചു, മക്കളായി, കാറിൽ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അവരെനിക്ക് ലിഫ്റ്റ് തരികയാണ്. ആ ലിഫ്റ്റ് തരുമ്പോൾ അവരെന്നോട് പറഞ്ഞു, എന്തെന്നാടോ നീയൊക്കെ ഇപ്പം പഠിക്കുകയാണ്, നീ എന്നെ നോക്ക്. വയസ്സ് 25 ഉള്ളൂ ആ സമയത്ത്. 25.5 വയസ്സ് വരെ ഞാൻ പഠിക്കുകയാണ്. ഞാനിങ്ങനെ ആലോചിച്ച് നോക്കാറുണ്ട്, ഞാൻ എന്താ ഇങ്ങനെ ആയിപ്പോയത്. അതായത് ഇത്രയും കാലമായിട്ട് ഞാൻ എന്താ പഠിച്ചുകൊണ്ടിരുന്നത്. മറ്റുള്ളവരെ പോലെ എനിക്കും നിർത്തി വെച്ചിട്ട് ഗൾഫിലേക്ക് പോകാമായിരുന്നു, സമ്പാദിച്ചു കൊണ്ടുവരാമായിരുന്നു. പക്ഷെ എന്നെ ഇവിടെ എത്തിച്ചത് ഉമ്മയുടെ ദൃഢനിശ്ചയമായിരുന്നു. കാരണം 12ാമത്തെ വയസ്സിൽ എൻ്റെ പിതാവ് മരണപ്പെട്ടു. അന്ന് പിതാവിൻ്റെ വയസ്സ് 39 ആണ്. അദ്ദേഹം ഒരു അധ്യാപകനായതുകൊണ്ട് തന്നെ ഉമ്മ പഠിപ്പിച്ചു, നിന്നെ ഞാൻ അധ്യാപകനാക്കുമെന്നുള്ള ദൃഢപ്രതിജ്ഞ എടുത്തു. അവസാനം ഐ ക്യാൻ ഡു ദാറ്റ്. പക്ഷേ ഇടയ്ക്കെപ്പോയോ ഞാൻ അത് ഡ്രോപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. ഡിഗ്രി പഠിച്ച് ചേളന്നൂർ SM കോളേജ് കഴിഞ്ഞ ഉടൻ തന്നെ ഞാനൊരു ജോലി, കാരണം ഇങ്ങനെ കൈ നീട്ടി ഉമ്മയുടെ മുന്നിൽ പോവാന്ന് പറയുന്ന ഒരു ആൺകുട്ടിയെ സംബന്ധിച്ച് വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഉളുപ്പില്ലാതെ ആവണം അതിന് നിലനിർത്താൻ. പിന്നീട് ഞാൻ അതിന് പോയപ്പോൾ, ഞാനൊരു ജോലിക്ക് പോയപ്പോൾ, മെഡിക്കൽ റെപ്പായിട്ട് പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ദിസ് ഈസ് നോട്ട് ഗുഡ്, എനിക്ക് പറ്റില്ല, എനിക്ക് ഇതിനേക്കാൾ നല്ലത് കുറച്ചുകൂടെ ഞാൻ പഠിച്ചോളാം, കുറച്ചുകൂടെ നല്ല ജോലിയിലേക്ക് എനിക്ക് എത്തണം. റപ്പ് മോശമെന്നല്ല ഞാൻ പറഞ്ഞു, പക്ഷെ അവിടെ എനിക്ക് ബാറ്റിൽ ചെയ്ത് അവിടെ യുദ്ധത്തിൽ വിൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് കോൺഫിഡൻസ് ഇല്ല. എന്നെ കോൺഫിഡൻസ് തരാൻ എനിക്ക് ആരുമില്ല. ബിക്കോസ് മൈ ലാംഗ്വേജ് ഈസ് വെരി പുവർ ഇൻ ഇംഗ്ലീഷ്. സോ കമ്മ്യൂണിക്കേഷൻ വലിയ ഇമ്പോർട്ടൻസ് ആയിരുന്നു ആ സമയത്ത്. സോ ഞാൻ ഉമ്മയെടുത്ത് പറഞ്ഞു, ഞാൻ പഠിച്ചോളാം, ഞാൻ എങ്ങോട്ട് വേണമെങ്കിലും പോയിക്കോളാം, ഞാൻ പഠിച്ചോളാം, ഞാൻ എത്ര വേണമെങ്കിലും ഒതുങ്ങി ജീവിച്ചോളാം, പക്ഷെ എനിക്ക് ഈ ജോലി പറ്റില്ല. സോ ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്യുന്നു. ഒരു പക്ഷേ എൻ്റെ ഉള്ളിൽ കത്തിയത് അതായിരുന്നു. ഡിഗ്രിയിലെ ഫസ്റ്റ് ഇയറിലെ തന്നെ എനിക്കൊരു പേപ്പർ പോയപ്പോൾ ഞാൻ ആകെ സങ്കടപ്പെട്ടു. ആ പേപ്പർ പോയത് സെക്കൻഡ് ഇയറിലാണ് അറിയുന്നത്. ഡിഗ്രിയൊക്കെ എത്തിയപ്പോൾ ഞാനൊന്ന് കളിച്ചു എന്നുള്ളത് സത്യമാണ്. നമ്മളെ ഒരു എന്താ പറയുക, സുന്ദര കാലഘട്ടം എന്നാണ് ഡിഗ്രിയെ കുറിച്ച് എല്ലാവരും പറയാറുള്ളത്. ആ സമയത്ത് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഞാൻ ഫസ്റ്റ് ഇയറിൽ തന്നെ നന്നായിട്ട് എൻജോയ് ചെയ്തതിൻ്റെ ഫലമായിട്ട് സെക്കൻഡ് ഇയർ വന്നപ്പോൾ, റിസൾട്ട് വന്നപ്പോൾ ഫസ്റ്റ് ഇയറിലെ മെയിൻ പേപ്പർ പൊട്ടി. ഫസ്റ്റ് ഇയർ പൊട്ടിയത് കൊണ്ട് ഞാൻ കളി നിർത്തി. ഇടയ്ക്ക് ഉമ്മ പറയാറുണ്ടായിരുന്നു, മോനെ നീ ഉപ്പയില്ലാത്ത കുട്ടിയാണ്, പറയിപ്പിക്കരുത്. എപ്പോൾ പറയുന്ന? SSLCയിൽ പറയുന്ന, +2 പറയാറുണ്ട്, നിനക്ക് ആരും ഉണ്ടാവില്ല ഒരു അഡ്മിഷൻ നേടിത്തരാൻ, നിനക്ക് നീ മാത്രമേ ഉള്ളൂ. അതൊരു കനലായിരുന്നു, ഉള്ളിൽ കത്തുന്ന കനൽ. ആ കനലിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയെടുത്ത എൻ്റെ രൂപമുണ്ട്. ആ രൂപത്തിൽ നിന്ന് ഞാൻ വളർത്തിയെടുത്ത എൻ്റെ ഒരു പൊട്ടൻഷ്യാലിറ്റി ഉണ്ട്. അതിൽ നിന്നും ഡിഗ്രിയിലെ കളി തുടങ്ങിയപ്പോൾ പുതിയ ഫ്രണ്ട്സിൻ്റെ കളികളിലും ഞാൻ ഏർപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ പൊട്ടുകയാണ്, ഞാൻ പരാജയപ്പെടുകയാണ്, ഞാൻ ഇതിന് യോഗ്യനല്ല, ഞാൻ മാറി നിൽക്കണം. ഫ്രണ്ട്സിൻ്റെ കൂടെ നടക്കുമ്പോൾ അധ്വാനിച്ച് ഞാൻ പഠിക്കാൻ തന്നെ തീരുമാനിച്ചു. ഞാൻ പഠിച്ചു. സോ ഫൈനലിൽ എത്തിയപ്പോൾ എനിക്ക് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ചെയ്യാൻ പറ്റി, നല്ല ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സാകാനും പറ്റി. ആൻഡ് ആഫ്റ്റർ ഓൾ ഞാൻ അതിനുശേഷമാണ് സ്വന്തമായി ജോലി എന്നുള്ളതിലേക്ക് പോകുന്നു. ഇനിയെങ്കിലും സ്വന്തം എൻ്റെ ഐഡൻറ്റിറ്റി. പക്ഷേ അവിടെ ഞാൻ പിന്നെ BEd പോകാനുള്ള നിർബന്ധിതാവസ്ഥയിലേക്ക് എൻ്റെ മൈൻഡ് സെറ്റ് എന്നെ മാറ്റിയെടുത്തതാണ്. അവിടെയാണ് ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് എന്നുള്ള ചോദ്യത്തിലേക്ക്. ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം, ഡു സംതിങ് ടുഡേ ദാറ്റ് യുവർ ഫ്യൂച്ചർ സെൽഫ് വിൽ താങ്ക് ഫോർ യു ഫോർ. It's not over until I win. Can I? And I will. Somebody not now, then when? ഇപ്പം അല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നീ ജയിക്കുക എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. അവിടെയാണ് സത്യം. നീ എന്ന് പറയുന്ന ആളുണ്ടല്ലോ, അത് നീയാണ്. നിനക്ക് ഇപ്പോഴല്ലെങ്കിൽ നിനക്ക് എപ്പോഴാണ് പറ്റുക?
എന്നുള്ളൊരു ചോദ്യമുണ്ട്. അവിടെയാണ് ഞാൻ എൻ്റെ ഉള്ളിലെ എൻ്റെ കംഫർട്ട് സോണിനെ ഞാൻ വെട്ടിയിട്ട് യെസ്, ഞാൻ BEdന് കൊല്ലത്തേക്ക് പോകുന്നു, തിരിച്ച് നാദാപുരത്തേക്ക് വരുന്നു, ദെൻ PG ബത്തേരി സെൻറ് മേരീസിൽ, MEd SN കോളേജിലേക്ക് വീണ്ടും. അത് കഴിഞ്ഞ് എത്തിയ 25.5 വയസ്സിൽ ഞാൻ ജോലിയിലേക്ക് കയറുകയാണ്. MJHSS എലൈറ്റിൽ ഞാൻ PSC ഹലോ, Second question. ഷെരീഫ് സർ. ഹലോ, ഷെരീഫ് സർ കേൾക്കാവോ? ഓക്കെ ആണോ? റേഞ്ച് ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? Net issue. അതാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് നമ്മുടെ ടൈം ആയിട്ടുണ്ടല്ലോ അല്ലേ? ജോയിൻ ചെയ്യും. ഹലോ, മോളെ യെസ്, ഓക്കെ. 26. റീജോയിൻ ചെയ്യാൻ പറയും സാർ. ഏതായാലും രംഗത്ത് Okay. ഓക്കെ, സാർ എന്തോ റേഞ്ച് ഇഷ്യൂ ഉള്ളതുകൊണ്ട് കട്ടായി പോയതാണ്. സോ ഇന്നത്തെ സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? 2-3 പേര് ഫീഡ്ബാക്ക് പറഞ്ഞു. സൂപ്പർ. എന്താ പറയണ്ടേ, എന്താ രസം. നമ്മള് എന്താ പറയാ, അത് കേട്ട് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ തരിച്ചിരുന്നു പോയി. കാരണം ഒരുപാട് കാര്യങ്ങളാ പറഞ്ഞത്. നല്ല ക്ലാസ് ആയിരുന്നു, നല്ല സൂപ്പർ ക്ലാസ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഓക്കെ, താങ്ക് യു സിന്ധു മാം. ഗുഡ് മോർണിംഗ്. യെസ്, പറഞ്ഞോളൂ. പറഞ്ഞോളൂ. ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. മുസ്തഫ സർ. എല്ലാവർക്കും റേഞ്ച് കൊടുക്കാം. ഹലോ. ഓക്കെ, നല്ലൊരു ക്ലാസ് ആയിരുന്നു. പകുതി കുറെ മിക്കവാറും അത് കൺക്ലൂഡിങ് ടൈം ആയിട്ടുണ്ട്. അതുകൊണ്ട് പ്രശ്നമില്ല. ഏകദേശം നമുക്ക് ആശയങ്ങളൊക്കെ മനസ്സിലാക്കി. നല്ലൊരു ക്ലാസ് ആയിരുന്നു. നമ്മൾ നമ്മളോട് പൊരുതുക. ഓക്കെ, താങ്ക് യു ബഷീർ സർ. മണി സർ. മാജിക് മണി നല്ലൊരു സെക്ഷൻ ആയിരുന്നു. നല്ലൊരു കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യാൻ പറ്റിയ ഒരു ക്ലാസ് തന്നെയായിരുന്നു. നമ്മളെ തന്നെ നമ്മൾ വെച്ചാല് പാസ്റ്റ് വേഴ്സസ് പ്രസന്റ് അല്ലെങ്കിൽ ലേസിനെസ് വേഴ്സസ് ഡിസിപ്ലിൻ എന്നുള്ള ഒരു ആശയം തന്നെയാണ്
നമ്മളെ മൈൻഡ് സെറ്റ് മാറ്റിയെടുത്താൽ നമുക്ക് എന്തും ചെയ്യാനും നമ്മളെ വിജയത്തിലേക്ക് എത്താനും പറ്റും എന്നുള്ള ഒരു ആശയം കൂടി അവർ പറഞ്ഞിട്ടുണ്ട്. നല്ല ഫ്ലുവൻ്റ് ആയിട്ടുള്ള നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. വളരെ ഒരു നമുക്ക് ഓരോ കാര്യങ്ങളും വളരെ നല്ലവണ്ണം മനസ്സിലാക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു ക്ലാസ് തന്നെ. അപ്പോൾ ഇത്തരം നല്ല ആശയങ്ങൾ രാവിലെ തന്നെ കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. താങ്ക് യു ഓൾ. താങ്ക് യു സാർ. താങ്ക് യു ഷറീഫ് സാർ. താങ്ക് യു ഓൾ. രാവിലെ തന്നെ നല്ലൊരു പാട്ടൊക്കെ കേൾക്കാനായി അല്ലേ? തീർച്ചയായും. അതെ. ഓക്കെ, ഷമീർ സാർ ജോയിൻ ചെയ്തിട്ടുണ്ടോ? കേൾക്കുന്നുണ്ടോ? യെസ് ഓഫ് കോഴ്സ്, ഞാൻ കേൾക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് കോള് വന്നു പെട്ടെന്ന്. അതെ, ഓക്കെ ഓക്കെ സർ. നമുക്ക് 6:30 വരെ ആയിരുന്നു ടൈം. സാറിന് ഇനി എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാനുണ്ടായിരുന്നോ? ഇല്ല, ഓക്കെയാണ്. ഞാൻ അതവിടെ വൈൻഡപ്പ് ചെയ്താണ്. ഞാൻ 2 മിനിറ്റ് നിങ്ങൾക്കൊരു ഗ്യാപ്പ് തന്നതാണ്. ഓക്കെ ഫൈൻ. ഓക്കെ 3 മണി ആകുമ്പോഴേക്ക് പിന്നെ ഒരു വൈക്ക് എത്തേണ്ടിയുണ്ട്. കേൾക്കാമോ? യെസ് കേൾക്കാം. ഓക്കെ, ഗുഡ് മോർണിംഗ് ടു ഓൾ. തീർച്ചയായിട്ടും ഷമീർ സാറ് തൻ്റെ ജീവിതത്തിലെ അനുഭവത്തിലൂടെ താൻ താണ്ടിയ ബുദ്ധിമുട്ടുകളിലൂടെ അത് മനസ്സിലൊരു കനലായി കരുതി തൻ്റെ മൈൻഡ് സെറ്റ് മാറ്റിയെടുത്തുകൊണ്ട് ജീവിതത്തിൽ എങ്ങനെ നമുക്കും വിജയിക്കാമെന്ന് സ്വന്തം ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്ന സാറിന് 1000 നന്ദി. നന്നായിട്ട് ജീവിതത്തിൽ ശോഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ, താങ്ക് യു ഷില മാം. ഇനി ആരെങ്കിലും ഉണ്ടോ? വളരെ നല്ലൊരു ക്ലാസ്. എനിക്ക് തോന്നുന്നു സാറിന്റെ വോയിസാ തോന്നുന്നു ശരിക്കും നമ്മളതിനെ ഈ ഒരു ക്ലാസ്സിൽ പിടിച്ചിരുത്താൻ പറ്റുന്ന അത്രയും നല്ലൊരു സൂപ്പർ അവതരണം. അതേപോലെ തന്നെ ആ സൗണ്ട് ശരിക്കും നമുക്കൊരു എന്താ പറയാ, ഒരു ഹിപ്നോട്ടിസം ചെയ്യുന്ന ആ ഒരു രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. വളരെ നല്ല തീരുമാനങ്ങൾ എടുക്കാനും അതുപോലെ തന്നെ ഒരുപാട് നമുക്ക് നമ്മളെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ക്ലാസ് ആയിട്ട് എനിക്ക് തോന്നി. വളരെ നല്ല സൂപ്പർ ക്ലാസ്. സാറ് ഇനിയും ഇതുപോലെ ഞങ്ങൾക്ക് നിർബന്ധമായിട്ടും ക്ലാസ് എടുക്കാൻ വരണം എന്നാണ് ഒരു റിക്വസ്റ്റ് ആണ്. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. ഒരു കാര്യം പറയട്ടെ മോളെ. സാറ് പറഞ്ഞല്ലോ പാട്ട് പാടുന്ന സമയത്ത് സാറിനെ കളിയാക്കി സാർ അതവിടെ നിർത്തിപ്പോയി എന്ന് പറഞ്ഞല്ലോ. സത്യമാണത്. കാരണം നമ്മള് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മളതിനെ നെഗറ്റീവ് പറഞ്ഞ് പിന്നോട്ട് വലിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ആ കാര്യം ചെയ്യാനേ പറ്റില്ല. കാരണം എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ സൂപ്പർവൈസർ ടെസ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ നന്നായി പഠിച്ചിരുന്നു. ഞങ്ങളെ ഗ്രൂപ്പില് നല്ല ആക്റ്റീവായി പഠിച്ചിരുന്ന ഒരാൾ ഞാനായിരുന്നു. ഇപ്പൊ 2 വർഷമായിട്ടുള്ളൂ. ആ ടെസ്റ്റിന്റെ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞേ, നീ ഇങ്ങനെ ഇരുന്ന് പഠിച്ച് സൂപ്പർവൈസർ ആയി എന്ന് വിചാരിച്ചിട്ട് ദൂരത്ത് എവിടെ ഞാൻ നിന്നെ പറഞ്ഞയക്കൊന്നുമില്ല ജോലിക്ക്, അതിനു വേണ്ടി നീ മെനക്കെടണ്ടാന്ന്. സത്യം, ആ ഒരു നെഗറ്റീവ് വേർഡിന്റെ മൈൻഡിൽ പതിഞ്ഞ് അന്ന് നിർത്തി ഞാൻ പഠനം. പിന്നെ എനിക്ക് എങ്ങനെ നോക്കിയിട്ടും എനിക്ക് എന്റെ ജീവിതത്തിലേക്ക് സങ്കടം വരുന്നൊരു സംഭവമാണ് ആ ഒരു കാര്യം. എനിക്ക് പിന്നെ അതിൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റണില്ല, എനിക്ക് പഠിക്കാൻ പറ്റണില്ല. ഗ്രൂപ്പിലെല്ലാരും ചോദിക്കാൻ തുടങ്ങി, എന്ത് പറ്റി സിന്ധു. എനിക്കറിയില്ല, ഞാൻ മൊത്തത്തിൽ തളർന്നു പോയി. എനിക്ക് ആ ടെസ്റ്റ് പാസ്സാവാനും പറ്റിയില്ല. ഞാൻ ആ ടെസ്റ്റ് എങ്ങനെയോ പോയി എഴുതിയെന്ന് മാത്രം. എനിക്കത് പാസ്സാവാൻ പറ്റിയില്ല. അത് സത്യമാണ്. നമ്മളെ പിന്നോട്ടൊരു കാര്യത്തുനിന്ന് ഒരാൾ വലിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കാര്യം നമുക്ക് പൂർത്തീകരിക്കാൻ ഒരിക്കലും പറ്റില്ല. ഓക്കെ, താങ്ക് യു സാർ. സാറ് പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് എന്റെ മൈൻഡിലേക്ക് ഒരു അനുഭവം ഓടി വന്നതാട്ടാ. അതാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തു. ഓക്കെ, താങ്ക് യു പ്രീത മാം ആൻഡ് സിന്ധു മാം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് വൈൻഡപ്പ് ചെയ്യാലോ അല്ലേ? ഓക്കെ, അപ്പൊ ഇനി ഷമീർ സാറ് അടുത്ത സെഷനിൽ വരുന്ന സമയത്ത് ഒന്നുകൂടെ നല്ല രീതിയിലുള്ള ടോപ്പിക്കായിട്ടും അതുപോലെ തന്നെ സെഷനായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഇന്ന് ഈ ഒരു യു വേഴ്സസ് യു എന്ന ടോപ്പിക്കുമായി വന്നിട്ടുള്ള ഷമീർ സാറിനും നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു. നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാനും പറ്റിയിട്ടുണ്ട്. സോ ഷമീർ സാറിനും അതുപോലെ ഇതിൽ പങ്കെടുത്ത എല്ലാ PMagic മെമ്പേഴ്സിനും താങ്ക് യു സോ മച്ച്. ഓക്കെ, എല്ലാവർക്കും ലീവ് ചെയ്യാം കേട്ടോ. ബൈ ഓൾ. താങ്ക് യു സാർ. Thank you. Thank you. താങ്ക് യു താങ്ക് യു സാർ. താങ്ക് യു സാർ. Thank you, sir. Thank you all.